ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു വീക്കിലി ടാസ്ക് ഇന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട ടാസ്ക്, അതായത് പറക്കും തളിക ടാസ്ക്. ആകാശത്ത് നിന്ന് എന്ന് ഇമാജിൻ ചെയ്യാം നമുക്ക്. സോ ആകാശത്ത് നിന്ന് പല നിറങ്ങളിലുള്ള ബോളുകൾ താഴേക്ക് വീഴും. അപ്പോൾ അതിനകത്ത് ചുവന്ന ബോളുകൾ കിട്ടിയാൽ 3 പോയിന്റ്, മഞ്ഞ ബോളുകൾ കിട്ടിയാൽ 1 പോയിന്റ്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ പേര് എഴുതിയിട്ടുള്ള ഓരോ പോഡിയം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബാസ്ക്കറ്റോ സംതിങ് അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും, ട്രേ പോലത്തെ. അപ്പോൾ അതിനകത്ത് ഇവർ കളക്ട് ചെയ്യുന്ന ബോളുകൾ അവർക്ക് നിക്ഷേപിക്കാം. അപ്പോൾ ഈ ടാസ്കിൻ്റെ ഒടുവിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ, ബോളിൻ്റെ എണ്ണത്തിലല്ല കാര്യം, ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കിട്ടുന്ന ആളായിരിക്കും വിജയിക്കാം. അപ്പോൾ ചുവന്ന ബോളുകൾ കൂടുതൽ കളക്ട് ചെയ്യുന്ന ആൾ വിജയിക്കുമെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം ചുവന്ന ബോളിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത്, 3 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ടാസ്ക് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഈ ടാസ്കിൽ വിജയിക്കുന്ന ആൾക്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ പ്രത്യേക പരിഗണന ഉണ്ടാവും. അതാണ് ഇതിലെ അഡ്വാൻറ്റേജ്. ചിലപ്പോൾ ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ടൈം വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കാം പരിഗണന. എന്താണ് പ്രോപ്പറായിട്ടുള്ള പരിഗണന എന്നുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലേക്ക് പോകുമ്പോൾ 1 പോയിന്റ് ഈ ടാസ്കിൽ ജയിക്കുന്ന ആളിന് ആദ്യമേ തന്നെ കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ എപ്പോഴും പോയിന്റ് ബേസിലൊക്കെ ആയിരിക്കുമല്ലോ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേക പരിഗണന ഈ ഒരു ടാസ്കിൽ വിജയിക്കുന്ന ആളിന് കിട്ടുമെന്നുള്ളതാണ് ഈ ടാസ്കിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ടാസ്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എല്ലാവരും തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.